ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൈറ്റിൽ RCCB ട്രിപ്പിംഗ് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ട്. നമ്മൾ മെയിൻ സ്വിച്ചാണ് ആദ്യം അയച്ചു നോക്കിയത്. മെയിൻ സ്വിച്ചിൽ ഇത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോയിട്ട് ഇവിടെ ലിങ്ക് കത്തിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ന്യൂട്രൽ ഇവിടെ ഡയറക്റ്റ് ഫീസിൽ നിന്ന് മറ്റേ ഫേസ് ലിങ്ക് ചെയ്ത് കാണുക. അപ്പോൾ അത് ഇങ്ങനെ ഷോർട്ടേജ് ആയിട്ട് കണ്ടോ, ഈ സംഭവം കണ്ടോ, ഷോർട്ടേജ് ആയിട്ട് നിൽക്കണം. നമ്മളന്ന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എർത്ത് ലീക്കേജ് വന്നിട്ട് ഏകദേശം ഒരു 13,000 റുപ്യയുടെ അടുത്ത് കറണ്ട് ബില്ല് വന്ന ടൈപ്പ്. അതേപോലത്തെ ഒരു കംപ്ലൈൻ്റ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ജോയിൻ്റ് ചെയ്ത് വെച്ച് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഒരു ഐസൊലേറ്റർ ആക്കി കൊടുക്കണം. ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു RCB ട്രിപ്പിംഗ് പറഞ്ഞിട്ട് വന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫീസ് കുത്തുന്ന സമയത്ത് RCB ട്രിപ്പിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് RCB ഓൺ ആക്കാൻ പറ്റില്ല, അങ്ങനെ ട്രിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മൊത്തം ഓരോ ഫ്യൂസും നമ്മൾ ഓരോന്നായി ഊരി, അതായത് ഏത് ഭാഗത്തു നിന്നാണ് കംപ്ലൈൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഊരി. അപ്പോൾ ഇവിടെ മിക്കവാറും ഫേസിൽ ലോഡായിട്ടാണ് RCB ട്രിപ്പാണ്. നേരെ മറിച്ച് ന്യൂട്രലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്യൂസ് ഊരിയിട്ട് കാര്യമില്ല, ഓരോ ന്യൂട്രൽ വിടർത്തിയിടണം. നമുക്ക് ഫീസ് ആദ്യം ഊരി നോക്കി നോക്കുമ്പോൾ പെട്ടെന്ന് ഈ അടിയത്തെ ഫീസിലാണ് ഈ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിയത്തെ ഫീസിലായതുകൊണ്ട് നമുക്ക് കിച്ചൻ്റെ ഭാഗത്തു നിന്നാണ് സെക്ഷൻ പോയിക്കുന്നത്. അപ്പോൾ കിച്ചൻ്റെ ഭാഗത്താണ് കംപ്ലൈൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ സ്വിച്ച് ബോർഡ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്വിച്ച് ബോർഡ് അയച്ചു. അപ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്വിച്ച് ബോർഡ് ഇവിടെ ഒരു മോട്ടർ ഉണ്ട്. ഈ മോട്ടറിൻ്റെ സ്വിച്ച് ബോർഡ് ഞാൻ അയച്ചതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ അടച്ചു വെച്ചാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആകെ കിച്ചണിൽ അധികം സെക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പവർ പ്ലഗും അതേപോലെ തന്നെ 2-3 സ്വിച്ചും പ്ലഗും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും മണ്ണ്, അതായത് ഇപ്പോൾ മഴ പെയ്തതിൻ്റെ പുറത്ത് നനഞ്ഞ ചുമരാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഗ്ലാസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈർപ്പാണ്, ഈ ചുമര് മൊത്തം ഈർപ്പാണ്. ഈർപ്പം പറഞ്ഞിട്ട് കയ്യിലടക്കം വെള്ളത്തിൻ്റെ നനവുണ്ട്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഉറുമ്പ് കൊടുന്നിട്ട് ഈ മണ്ണ് ഇതായിട്ട് ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ കോൺടാക്റ്റിലും ഇതിനും പാടെ ടച്ച് ചെയ്തിട്ട് ആണ് ഇവിടെ ഇത് RCB ട്രിപ്പാണ്. നമ്മൾ RCB നിർബന്ധമായിട്ട് എല്ലാ വീടുകളിലും വെക്കണം. കാരണം ഇതുപോലത്തെ കംപ്ലൈൻ്റൊക്കെ നമുക്ക് എർത്ത് ലീക്കേജ് അല്ലെങ്കിൽ ഒരുപാട് കറണ്ട് ബില്ലൊന്നും നമുക്ക് അധികം വരില്ല. ഇതൊക്കെ ആണെങ്കിൽ RCB ഇല്ലാത്തൊരു വീടാണെങ്കിൽ എക്സ്പെൻസായിട്ട് കറണ്ട് ബില്ല് ഒരുപാട് പോകും. അപ്പോൾ നമുക്ക് ഈ ബോർഡിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല രീതിക്ക് ഈർപ്പം നിൽക്കുന്നുണ്ട്, അതായത് വെള്ളത്തിൻ്റെ നനവുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഇവിടെ RCB ട്രിപ്പായത് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളെ വീടുകളിലൊക്കെ സ്വിച്ച് ബോർഡിൽ ചില സ്വിച്ചൊക്കെ ടൈറ്റ് ഉണ്ടാവും, ഒരു പിടുത്തം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് അയച്ചു നോക്കുക. അതിലും ഇതേപോലത്തെ അവസ്ഥകളുണ്ടാവും. മണലും കാര്യങ്ങളൊക്കെ കയറിയിട്ട് സ്വിച്ച് ജാം ആവാൻ ചാൻസ് കൂടുതലാട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഇപ്പോൾ ഏകദേശമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയ ഡാമേജ് ഒന്നും കാണാനില്ല. കാരണം ഉറുമ്പ് കടിച്ചിട്ട് വയറിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും കാണാനില്ല. മിക്കവാറും ഇതിൽ 2 കംപ്ലൈൻറ്റാണ് വരാൻ ചാൻസ്. നമ്മളിപ്പോൾ ഈ നനഞ്ഞ ഇപ്പോൾ മണ്ണുണ്ടല്ലോ, മണൽ അങ്ങനത്തെ സംഭവങ്ങൾ നനഞ്ഞുകൊണ്ട് ഈ കാണുന്ന ഡയറക്റ്റ് ലൈൻ, അതായത് ഇവിടുന്ന് വരുന്ന പ്ലഗിൻ്റെ ഇതിലും ടച്ചായി ഉണ്ടാവും. അതേപോലെ ന്യൂട്രലും എർത്തിലൊക്കെ ടച്ച് ആയതുകൊണ്ടാണ് ചിലപ്പോൾ RCB ട്രിപ്പായി ഉണ്ടാവും. അത് മാത്രമല്ല ഇവിടുത്തെ ഒരു വയറിൽ ചെറിയൊരു ഡാമേജ് കാണുന്നുണ്ട് കണ്ടോ. ഇത് ഇവിടേക്ക് വരുന്ന ന്യൂട്രൽ വയറാണ്. ഈ ന്യൂട്രൽ വയറിൽ ചെറിയൊരു ഡാമേജ് വരുന്നുണ്ട്. കാരണം ന്യൂട്രൽ വയറിൽ ചെറിയൊരു ഉറുമ്പ് കടിച്ചിട്ടൊരു ഡാമേജ് കാണിക്കാണ്ട്. വേറൊരു കംപ്ലൈൻറ്റ് അങ്ങനത്തെ പ്രത്യേകിച്ചിട്ടൊന്നും കാണില്ല. പക്ഷെ നമുക്കിവിടെ ഫേസിലാണ് RCB യുടെ ട്രിപ്പായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. ഞാൻ ആദ്യം കണ്ടത് ഈ സൈഡിലാണ് കണ്ടത്. പക്ഷേ ഇവിടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ സൈഡിലൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എർത്തിലും ഡാമേജ് വന്നിട്ടുണ്ട്. എർത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് എർത്താണ്. അപ്പോൾ ഇതിൽ എർത്തിലും ഡാമേജ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ കടിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഉറുമ്പൊക്കെ വരുന്ന സമയത്ത് ഈ അടുക്കളുടെ ഭാഗത്തൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉറുമ്പ് കയറുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ചോക്കോ കാര്യങ്ങളോ ഒന്ന് വരച്ചു കൊടുക്കുക. ഹിറ്റോ കാര്യങ്ങളോ ജസ്റ്റ് പുറത്തു കൂടെ അടിക്കുക. ഇനി അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വിച്ച് ബോർഡ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രീഷ്യനെ കൊടുത്ത് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വല്ല ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഡാമേജ് ഇല്ല, ഉറുമ്പുകൾ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചോക്കിൻ്റെ നമ്മൾ ഈ ഉറുമ്പ് കയറാത്തൊരു ചോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികം ഉറുമ്പ് അതിൻ്റെ ഉള്ളിൽ എത്തില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ശരിയാക്കിയ ഭാഗങ്ങളിൽ അപ്പോൾ ഇനി അടുത്ത ഒരു ഇതിൽ കയറി വരേണ്ട വെച്ചിട്ട് ഇപ്പോൾ കയ്യിലുള്ളൊരു സിലിക്കോൺ കുറച്ചുണ്ടായിരുന്നു, അത് താൽക്കാലികമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന വീടുകളിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയ അഡാപ്റ്റർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അഡാപ്റ്റർ ഇടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ശല്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഈ ഉറുമ്പ് അതേപോലെ മറ്റുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് പറഞ്ഞാൽ ഇതേപോലെ ബോക്സ് വെച്ചിട്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ്, മെറ്റൽ ബോക്സ് ആയെങ്കിലും വൈറ്റ് സിമെൻറ്റ് എല്ലാ ഭാഗങ്ങളും ആ മെറ്റൽ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാവും. അത് കംപ്ലീറ്റ് നമ്മൾ വൈറ്റ് സിമെൻറ്റൊക്കെ അടച്ചിട്ടാണ് വയർ വലിക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറുമ്പുകളോ കാര്യങ്ങളോ വരില്ല. പിന്നെ ഇതേപോലത്തെ ബോക്സുകൾ നമ്മൾ വെക്കുന്ന സമയത്ത് മാക്സിമം തേപ്പിനൊപ്പം വെച്ച് കഴിഞ്ഞാൽ ഈ ഉറുമ്പുകളെ ഉള്ളിലേക്ക് കയറാനുള്ള ഗ്യാപ്പ് തീരെ ഉണ്ടാവില്ല. പല ബോക്സിൻ്റെ മേലെ കൂടിയൊക്കെ ചെറിയൊരു
ഗ്യാപ്പ് കാണാൻ പറ്റും ആ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉറുമ്പുകളൊന്നും അതിൽ കയറി പോവില്ല. ഞാൻ അങ്ങനെ കയറി പോവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോക്കോ കാര്യങ്ങളോ ഇട്ട് വരച്ചിട്ട് അവിടെ ഉറുമ്പിനെ തടയുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് തൊട്ട ബാക്ക് സൈഡിൽ ഒരു പ്ലഗ് ഉണ്ട്. കാരണം അത് വെച്ചിട്ടും RCB കുറച്ച് നേരം നിൽക്കുന്നുണ്ട്, കുറച്ച് നേരം ട്രിപ്പ് ആവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ അവിടെ നിന്നാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്വിച്ച് ബോർഡ് കൂടി ജസ്റ്റ് അയക്കണം. അത് അയക്കേണ്ട തന്നെ മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് അതേ അവസ്ഥ തന്നെയാണ്. കാരണം ഇതിൻ്റെ രണ്ട് സൈഡ് അപ്പുറം ഇപ്പുറമുള്ള ചുമരാണ്. അപ്പോൾ ആ സ്വിച്ച് ബോർഡിലും അതേപോലെ തന്നെ ഉറുമ്പ് കയറിയിട്ട് മണ്ണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് മണ്ണ് കൊടുന്നതുകൊണ്ട് ട്രിപ്പ് ആവില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് നനഞ്ഞതുകൊണ്ട് ഈർപ്പം നിന്നു. ഈ ഈർപ്പം നിന്ന കാരണം കൊണ്ട് എന്താവും, ഈ എർത്തിലോ ഫേസിലോ അല്ലെങ്കിൽ ന്യൂട്രലോ ചെറിയ രീതിയിൽ കോണ്ടാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ RCB ട്രിപ്പാവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇവിടെ RCB നമ്മൾ മറ്റേത് ശരിയാക്കിയിട്ടും ഇവിടെ ട്രിപ്പായത് കേട്ടോ. എനിക്കിത് കണ്ടുപിടിക്കാൻ ഏകദേശം ഒരു മണിക്കൂർ ആ ടൈമിൽ ആയിട്ടുണ്ട്. കാരണം 1 മണിക്കൂറിനടുത്ത് വന്നു. കാരണം ഇത് കണ്ടുപിടിച്ച് വരണമെങ്കിൽ കിച്ചൻ്റെ ഇതായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയത് കേട്ടോ. അത് കുറച്ച് പഴക്കം ചെന്നൊരു വീടാണ്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് സ്വിച്ച് ബോർഡിലും വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ബാക്കി 2 സ്വിച്ച് ബോർഡ് അയച്ചപ്പോൾ അതിലൊന്നും കംപ്ലയിൻറ്റ് കാണാനില്ല. ബാക്കി അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്വിച്ച് ബോർഡിലൊന്നും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിലും നമ്മൾ അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റും ക്ലീനാക്കി ഇതിനുള്ളിൽ ഈ മണൽ കളയണം. കാരണം ഈ മണൽ നനഞ്ഞ കാരണം കൊണ്ടാണ് RCB ട്രിപ്പായത്. അപ്പോൾ ചെറിയൊരു ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ RCB ട്രിപ്പാവും. അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വീടുകളിൽ നിങ്ങൾ RCB ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ ഇവിടെ RCB ഉള്ള കാരണം കൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് കാണിച്ചത്. അത് മുഖാന്തരം ഇവർക്ക് കറണ്ട് ബില്ല് കമ്മിയായിട്ട് വരുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ടില്ല, RCB ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇതേപോലത്തെ ഡാമേജ് കണ്ടോ, ഇതിപ്പോൾ ഈ വയറിലൊക്കെ ഡാമേജ് വന്നിട്ട് ഈ നനവ് മുഖാന്തരം ഈ ചുമര് മൊത്തം എടുക്കും. അപ്പോൾ ചുമര് മൊത്തം ഈ കാണുന്ന മൊത്തം വയറൊക്കെ ഡാമേജ് ചുമര് മൊത്തം എടുക്കുമ്പോൾ എന്താവും, നേരെ ഭൂമിയിലേക്ക് കറണ്ട് വെറുതെ വേസ്റ്റായി പോകും. അങ്ങനെ വേസ്റ്റായി പോകുമ്പോഴാണ് ഒരുപാട് കറണ്ട് ബില്ല് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ RCB ഇല്ലെങ്കിൽ ഉടനെ തന്നെ വെക്കുക. RCB നമുക്ക് കറണ്ട് ബില്ല് കൂടാതിരിക്കാൻ മാത്രമല്ല നമ്മുടെ ജീവനും കൂടി നല്ലതാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. എന്തെങ്കിലും ഒരു ഷോക്ക് അടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ RCB പെട്ടെന്നവിടെ ട്രിപ്പാവും. പിന്നെ RCB വെക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 30 മില്ലി ആംബിയറിൻ്റെ RCB ആണ് വീടുകളിൽ വെക്കേണ്ടത്. ഇതാണ് ആ ബാക്കിലത്തെ ചുമര്. ഈ ഭാഗത്ത് കൂടി വെള്ളം കംപ്ലീറ്റ് കണ്ടോ, അത് ഒലിച്ചിറങ്ങുകയാണ്. ഈ വാൾവിൻ്റെ സൈഡ് കൂടെയൊക്കെ ഫുള്ള് ഒലിച്ചിറങ്ങുകയാണ്. ഇതിന് തൊട്ട സൈഡിലുള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞ സ്വിച്ച് ബോർഡ് 2 ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇപ്രാവശ്യം വന്ന കറണ്ട് ബില്ല് ജസ്റ്റ് കാണിച്ചതാണ്. ഏകദേശം 498 അത്ര വരുന്നുള്ളൂ. നേരെ മറിച്ച് ഇത് ഈ RCB ഒറ്റ ഡിവൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിക്കി, അവിടെ കറണ്ട് ബില്ല് ചിലപ്പോൾ 5000 3000 ഒക്കെ ആയിട്ടുണ്ടാവും. കാരണം നേരത്തെ ഞാൻ 13,000 രൂപയുടെ കറണ്ട് ബില്ലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ RCB ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ കാണുന്ന ബട്ടൺ ഒന്ന് അമർത്തണം. അത് വർക്കിംഗ് ആണോ എന്ന് ആദ്യം നോക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വീട്ടിലുള്ള എല്ലാ RCBയിലും ഇതേപോലെ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ അമർന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റണം. കാരണം RCB ഉണ്ടായാൽ മാത്രം നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടില്ല, കറണ്ട് ബില്ല് കമ്മിയാവുമെന്ന് വിചാരിച്ചിരിക്കേണ്ട. അതിന് കംപ്ലയിൻറ്റ് വന്നാലും ഈ പ്രശ്നം വരും കേട്ടോ ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വീട്ടിൽ ഇതേ കംപ്ലയിൻറ്റ് ഉറുമ്പും ചതിലും കാര്യമായിട്ട് നമ്മളെ ഈ വയർ ഡാമേജ് ആയിട്ട് ഇവിടെ RCB ട്രിപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.